2020 കണക്കുകൾ അനുസരിച്ച് ക്യാൻസറുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ പ്രധാന കാരണമായി ശ്വാസകോശ അർബുദം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ 4ാമത്തെ പ്രധാന കാരണമാണ് ശ്വാസകോശ അർബുദം. കുട്ടികളിലെ ശ്വാസകോശ അർബുദ സാധ്യതയെപ്പറ്റി നമുക്ക് നോക്കാം. ഇതിൽ വായു മലിനീകരണം എങ്ങനെ ദോഷം ചെയ്യുന്നു? വഷളായിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ മലിനീകരണം നിരവധി ആരോഗ്യ അപകടങ്ങൾക്ക് കാരണമാകുന്നു. അതിലൊന്നാണ് കുട്ടികളിലെ ശ്വാസകോശ അർബുദം. വികസ്വരവും ദുർബലവുമായ കുട്ടികളുടെ ശ്വസന വ്യവസ്ഥ വായു മലിനീകരണത്തിന്റെയും മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങളുടെയും ദോഷകരമായ ഫലങ്ങളോട് വളരെ സെൻസിറ്റീവ് ആണ്. ശ്വാസകോശം ദുർബലമായതിനാൽ അന്തരീക്ഷത്തിലെ കണികകൾ അഥവാ പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഓസോൺ, നൈട്രജൻ ഓക്സൈഡ്സ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ മലിനീകരണ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത് കുട്ടികളെ ദോഷകരമായി ബാധിക്കുകയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുകയും ശ്വാസകോശ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മലിനീകരണ വസ്തുക്കളുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് ക്രമേണ വളർച്ചയെത്തുമ്പോൾ ശ്വാസകോശ അർബുദത്തിന് കാരണമായേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കുട്ടികളുടെ ആരോഗ്യം സുരക്ഷിതമാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? കുട്ടികളിൽ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണം വായുവിന്റെ ഗുണനിലവാര കുറവാണ്. ഇത് ശ്വാസകോശ അർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു. മലിനമായ വായുവിൽ അത്യാവശ്യമില്ലാതെ വീടിന് പുറത്തിറങ്ങരുതെന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഉപദേശിക്കാം. ശ്വസന വായുവിന്റെ ഗുണനിലവാരം മോശമാകുന്ന ദിവസങ്ങളിൽ ഇൻഡോർ പ്രവർത്തനങ്ങൾക്കായി അവരെ പ്രോത്സാഹിപ്പിക്കാം. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്തുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യാം. മോശമായ അന്തരീക്ഷത്തിൽ പുറത്തിറങ്ങേണ്ടി വന്നാൽ മാസ്ക് ധരിക്കാൻ കുട്ടികളെ ഉപദേശിക്കാം. വീട്ടിൽ ഇൻഡോർ സസ്യങ്ങൾ വളർത്തുന്നത് വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കും. വൃത്തിയുള്ള ഇൻഡോർ അന്തരീക്ഷം സൃഷ്ടിക്കുക. അതിനായി ശരിയായ വായു സഞ്ചാരം ഉറപ്പാക്കുകയും ശുദ്ധമായ വായു നിലനിർത്താൻ ഒരു എയർ പ്യൂരിഫയർ ഉപയോഗിക്കുകയോ ചെയ്യാം. ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതായത് ശുദ്ധവായു, സമീകൃത ആഹാരം, ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു ജീവിതശൈലി സ്വീകരിക്കുക. ഹരിത ഇടങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നഗരപ്രദേശങ്ങളിൽ ഹരിത ഇടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികൾക്ക് ശുദ്ധവും ഓക്സിജൻ സമ്പുഷ്ടവുമായ ചുറ്റുപാടുകൾ പ്രദാനം ചെയ്യുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഭക്ഷണക്രമത്തിലും കുട്ടികളുടെ മറ്റ് ജീവിതശൈലി തിരഞ്ഞെടുപ്പിലും വളരെയധികം ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ സമീകൃത ആഹാരം മലിനീകരണത്തിന്റെ ഫലങ്ങളെ ചെറുക്കുന്നതിനാവശ്യമായ ആന്റി ഓക്സിഡന്റുകൾ നൽകുന്നു. മൊത്തത്തിലുള്ള ആരോഗ്യവും ശ്വാസകോശ പ്രവർത്തനങ്ങളും നന്നായിരിക്കുവാൻ ക്രമമായ ശാരീരിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ശ്വാസകോശ അർബുദ സാധ്യതയിൽ ഗണ്യമായ സംഭാവന നൽകുന്ന പുകവലി, അതായത് ആക്റ്റീവ് ആൻഡ് പാസീവ് സ്മോക്കിംഗ് നിരുത്സാഹപ്പെടുത്തുക. പരിസ്ഥിതി ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ലങ് ക്യാൻസറിന്റെ അപകട സാധ്യതയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ആരോഗ്യകരമായ ജീവിതശൈലികളിലൂടെയും രോഗങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങളിൽ അറിവ് നേടുന്നതിലൂടെയും ശുദ്ധമായ അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിക്കുന്നതിലൂടെയും വരും തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഭാവി സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.